ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തൈര് കാച്ചിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇതുപോലെ കുറച്ച് അരിമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചതച്ചെടുക്കുകയാണ്. നമ്മുടെ ഈ മുളകും ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അരച്ചെടുക്കരുത്, നമുക്കിതുപോലെ ഒരു കല്ലിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ചതച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ തൈര് കാച്ചിയത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനതിപ്പോൾ നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ മുളകും ചെറിയ ഉള്ളിയും കൂടെ ഇതുപോലെ അങ്ങ് ചതച്ചെടുക്കുക, അരച്ചെടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ചതച്ചെടുക്കുക വേണം നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് തൈര് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ തൈരൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കുന്നില്ല, നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അടിച്ചെടുക്കാതെ അതുപോലെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ തൈര് അങ്ങ് പിരിഞ്ഞിട്ട് പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ആ തൈര് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ കണ്ടില്ല, നല്ലതുപോലെ തന്നെ ലൂസായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഇനി ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം, 1/4 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിങ്ങനെ പൊട്ടി വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും അരിമുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ആ പച്ചമണം പോകുന്നത് വരെ ഇതുപോലെ തന്നെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. തീ നമ്മളൊരു സിമ്മിലിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞിട്ട് പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ കറിക്കൊരു ടേസ്റ്റിനും കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം പോകുന്നത് പോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ തൈര് പിരിഞ്ഞിട്ട് പോവും. അപ്പോൾ തിളക്കാനാവുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ചൂടായി വരുന്നത് വരെ മാത്രം നമ്മൾ ഗ്യാസിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തൈര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് തൈര് കാച്ചിയതൊക്കെ ഇഷ്ടമുള്ളവർ ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്, തൈര് കാച്ചിയത്. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തൈര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.